നമസ്കാരം. സ്വന്തം ഭരണകാലത്ത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ബാറുകളും ബിയർ പാർലറുകളും അനുവദിച്ച് സംസ്ഥാനത്തെ ഒരു വലിയ മദ്യാലയമാക്കി മാറ്റിയ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ UDF സർക്കാരിന്റെ ബജറ്റിനെതിരെ വലിയൊരു മദ്യവിരുദ്ധ പ്രസ്താവനയുമായി വന്നിരിക്കുകയാണ്. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന പരിഷ്കരിച്ചപ്പോൾ നാട്ടിൽ മദ്യം ഒഴുക്കാൻ നോക്കുന്നുവെന്നും യുവാക്കൾ വഴി തെറ്റുന്നുവെന്നും പറഞ്ഞ് പിണറായി വിജയൻ നിലവിളിക്കുന്നത് കാണുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമായി മാത്രമേ അതിനെ കാണാനാകൂ. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമൊഴിയുമ്പോൾ ഈ കേരളത്തിൽ ആകെ ഉണ്ടായിരുന്നത് വെറും 29 5 സ്റ്റാർ ബാറുകൾ മാത്രമായിരുന്നു എന്ന് താങ്കൾ മറന്നുപോയോ? എന്നാൽ താങ്കൾ ഭരിച്ച ആ 10 വർഷം കൊണ്ട് ആ 29 ബാറുകളെ വെട്ടിച്ച് 884 ബാറുകളാക്കി മാറ്റിയ ചരിത്ര പുരുഷനാണ് താങ്കൾ. ഉമ്മൻചാണ്ടി സർക്കാർ പൂട്ടിച്ച 700-ലധികം ബാറുകളിൽ 462 എണ്ണത്തിന് ലൈസൻസ് മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകി രാത്രിക്ക് രാത്രി തുറന്നുകൊടുത്ത താങ്കളാണോ ഇപ്പോൾ വന്നിരുന്ന് മദ്യ ഉപയോഗം കൂടാൻ പോകുന്നുവെന്ന് പറഞ്ഞ് സമൂഹത്തെ ആശങ്കപ്പെടുത്തുന്നത്? ഈ 800-ലധികം ബാറുകൾ തുറന്ന ഇനത്തിൽ മാത്രം പാർട്ടിക്കും താങ്കൾക്കും എത്ര കോടി കിട്ടി എന്നുകൂടി ജനങ്ങളോടൊന്ന് പറയണം. പിണറായി വിജയൻ തന്റെ പ്രസ്താവനയിലൂടെ ബജറ്റിലെ മദ്യനികുതി പരിഷ്കരണത്തെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ ഭീതി പടർത്താനും കടുത്ത രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുമാണ് ബോധപൂർവം ശ്രമിക്കുന്നത്. എന്നാൽ ഈ തീരുമാനം പൂർണ്ണമായും ശാസ്ത്രീയമായ പഠനങ്ങളുടെയും സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെയും അടിസ്ഥാനത്തിലെടുത്ത ഒന്നാണ്. ആദ്യമായി ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാനത്ത് നിലവിലുള്ള വീര്യം കൂടിയ വിദേശ മദ്യത്തിന്റെയോ സ്പിരിറ്റ് അടങ്ങിയ സാധാരണ മദ്യത്തിന്റെയോ നികുതിയിൽ ഒരൊറ്റ ശതമാനം പോലും കുറവ് വരുത്തിയിട്ടില്ല. 251% നികുതി അവയ്ക്ക് അതുപോലെ തന്നെ തുടരുകയും ചെയ്യും. അതിനാൽ മദ്യം കുറഞ്ഞ വിലയ്ക്ക് സുലഭമാകുമെന്ന വാദം തികച്ചും തെറ്റാണ്. ലോകമെമ്പാടും നടപ്പിലാക്കി വിജയിച്ച ഹാം റിഡക്ഷൻ അഥവാ ദൂഷ്യഫലങ്ങൾ കുറയ്ക്കുക എന്ന മികച്ച മദ്യനയത്തിന്റെ ഭാഗം കൂടിയാണിത്. 10% താഴെ മാത്രം വീര്യമുള്ള വൈൻ, ഹോർട്ടിക്കൾച്ചർ മദ്യങ്ങൾ എന്നിവയ്ക്ക് മാത്രമാണ് നികുതി 120% കുറച്ചത്. ഉപയോഗിക്കുന്നത് പെട്ടെന്ന് നിർത്തലാക്കാൻ സാധിക്കാത്ത സാഹചര്യം ആയതുകൊണ്ട് തന്നെ കടുത്ത മദ്യാസക്തിയിൽ നിന്ന് ജനങ്ങളെ വീര്യം കുറഞ്ഞ ബദലുകളിലേക്ക് ആകർഷിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇതുവഴി മാരക രോഗങ്ങൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒരു പരിധിവരെ രക്ഷിക്കാനായി കഴിയും. കേരളത്തിലെ കർഷകരെയും തദ്ദേശീയ ഉൽപാദന മേഖലയെയും സഹായിക്കുക എന്നൊരു വലിയ ലക്ഷ്യം കൂടി പുതിയ സർക്കാരിന്റെ ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. ചക്ക, കശുവണ്ടിപ്പഴം, കൈതച്ചക്ക, ജാതിക്ക തുടങ്ങിയ കാർഷിക വിളകളിൽ നിന്നാണ് വീര്യം കുറഞ്ഞ വൈനുകളും മദ്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ചെറുകിട വ്യവസായങ്ങൾക്ക് ഇത് വലിയ പ്രോത്സാഹനമാവുകയും ചെയ്യും. കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കാനും ഗ്രാമീണ മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ നികുതി ഇളവ് അത്യന്താപേക്ഷിതമാണ്. മുൻപ് പഴങ്ങളിൽ നിന്നും മദ്യമുണ്ടാക്കാൻ അനുവാദം കൊടുത്തത് തങ്ങളാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിന്മേൽ 251% കനത്ത നികുതി ചുമത്തി ആ പദ്ധതിയെ പൂർണ്ണമായും തകർത്തത് ഇതേ പിണറായി സർക്കാർ തന്നെയായിരുന്നു. മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. കടുത്ത നിയന്ത്രണങ്ങളും അമിതമായ നികുതിയും പലപ്പോഴും ജനങ്ങളെ മാരകമായ വ്യാജ മദ്യത്തിലേക്കോ അതിലും അപകടകരമായ സിന്തറ്റിക് മയക്കുമരുന്നുകളിലേക്കോ നയിക്കാറുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ നിങ്ങളുടെ ഭരണകാലത്താണ് കേരളത്തിൽ MDMA പോലെയുള്ള മാരക മയക്കുമരുന്നുകൾ സ്കൂളുകളിലും കോളേജുകളിലും കാട്ടുതീ പോലെ പടർന്നു പിടിച്ചത്. വീര്യം കുറഞ്ഞതും സുരക്ഷിതവുമായ നിയമപരവുമായ ബദലുകൾ ലഭ്യമാക്കുന്നത് വഴി യുവാക്കൾ മയക്കുമരുന്ന് മാഫിയകളുടെ കെണിയിൽ വീഴുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിയും. ഒരു നിരോധനവും പൂർണ്ണമായി വിജയിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ വിപണിയെ കൂടുതൽ സുരക്ഷിതവും നിയന്ത്രിതവുമാക്കുകയാണ് UDF സർക്കാർ ചെയ്യുന്നത്. ഈ നികുതി ഘടനയിലെ പ്രായോഗിക മാറ്റത്തിൽ യാതൊരുവിധ ദുരൂഹതയോ മദ്യക്കമ്പനികളുടെ സ്വാധീനമോ ഇല്ല. മുൻകാലങ്ങളിലും വിപണിയിലെ ഡിമാൻഡും സാമൂഹ്യ സാഹചര്യങ്ങളും പരിഗണിച്ച് നികുതി ഘടനകളിൽ മാറ്റം വരുത്താറുണ്ട്. ഇത് പൂർണ്ണമായും സർക്കാരിന്റെ നയപരമായ തീരുമാനമാണ്. സ്വന്തം ഭരണകാലത്ത് ബാർ ലൈസൻസുകൾ നൽകാനും ഡ്രൈ ഡേ ഒഴിവാക്കാനും വേണ്ടി കോടികളുടെ കച്ചവടങ്ങൾ നടത്തിയവർ പുതിയ സർക്കാർ ശാസ്ത്രീയമായ ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ അതിനെ കമ്പനി താൽപര്യമെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് കോമഡിയാണ്. 10 കൊല്ലം കൊണ്ട് നാട്ടിൽ മദ്യപ്പുഴ ഒഴുക്കി കർഷകരെയും യുവാക്കളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയ മുൻ മുഖ്യമന്ത്രി പുതിയ സർക്കാർ വന്ന് 1 മാസം തികയുമ്പോഴേക്കും വന്ന് നിലവിളിക്കേണ്ടതില്ല. കപട രാഷ്ട്രീയ മുതലെടുപ്പുകൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അടിസ്ഥാനരഹിതമായ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ ഭയപ്പെടുത്താൻ നോക്കുന്ന പിണറായി വിജയന്റെ ഈ ഒരു ഇരട്ടത്താപ്പ് ജനങ്ങൾ എപ്പോഴേ തിരിച്ചറിഞ്ഞതാണ്.